പെരുമ്പടപ്പ് കുമ്പളങ്ങി റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി സർവേ കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. വില്ലേജ് ഓഫീസ് അധികൃതർ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭൂവുടമകൾക്കും സ്ഥാപനോടമകൾക്കും നോട്ടീസ് നൽകി തുടങ്ങി. പദ്ധതി പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ഗതാഗതക്കുരുക്കിനും ദുരിതയാത്രയ്ക്കും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പെരുമ്പടപ്പ് കുമ്പളങ്ങി റോഡിലെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് ആശ്വാസമാകുന്ന റോഡ് വികസന നടപടികൾക്ക് തുടക്കമായി. റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് ഇരുവശങ്ങളിലേക്കും 6 മീറ്റർ വീതം അളന്ന് സർവേ കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പെരുമ്പടപ്പ് റോഡ് വികസനത്തിന്റെ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്നത് 2014-ലാണ്. കുറേ അധികം ദീർഘിച്ചു പോയി. ഇപ്പോഴാണ് അത് മെറ്റീരിയലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നടക്കുന്ന വർക്ക് പെരുമ്പടപ്പ് റോഡ് വീതി 12.5 മീറ്ററിൽ കൂട്ടാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസ് അധികൃതർ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭൂവുടമകൾക്കും സ്ഥാപന ഉടമകൾക്കും നോട്ടീസുകൾ വിതരണം ചെയ്തു തുടങ്ങി. റോഡിന് ഇരുവശമുള്ള സ്ഥലങ്ങളിൽ റോഡ് ഓരോ വശത്തും 50 കല്ലുകൾ വീതം PWD കല്ലുകൾ സ്ഥാപിക്കുന്നു. ഈ കല്ലുകൾ സ്ഥാപിച്ച ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് സ്ഥലം വളക്കലാണ്. ഓരോരുത്തർക്കും എത്ര സ്ഥലം നഷ്ടപ്പെട്ടു എന്ന് അറിയുന്നത് ഈ അളവ് കഴിയുമ്പോൾ മാത്രമാണ്. സ്ഥാപിക്കാനുള്ള മഞ്ഞ സർവേ കല്ലുകൾ പ്രദേശത്തെ റോഡരികിൽ എത്തിച്ചു കഴിഞ്ഞു. സർവേ നടപടികൾക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനായി എഡ്രാക് പള്ളുരുത്തി മേഖല ഭാരവാഹികൾ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരും വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം രംഗത്തുണ്ട്. വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. കാര്യങ്ങൾ മുന്നോട്ട് എളുപ്പം തീരണം. അതിനുവേണ്ടിയുള്ള പരിപാടിയിലേക്ക് ഞങ്ങളും കൂടി, ഇവിടെ സെക്രട്ടറി അഫ്സലുണ്ട്, ചേട്ടൻ, എല്ലാവരും കൂടി ഞങ്ങൾ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. പള്ളുരുത്തി കുമ്പളങ്ങി വഴി ജംഗ്ഷൻ മുതൽ പെരുമ്പടപ്പ് പാലം വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വീതി കൂട്ടൽ നടപടികളാണ് നടപ്പാക്കുന്നത്. സർവേ നടപടികൾക്ക് ആവശ്യമായ തുക മുൻ സർക്കാർ അനുവദിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർവേയും സർവേ കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടികളും പുരോഗമിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ ഗതാഗതക്കുരുക്കിനും യാത്രാ ദുരിതത്തിനും വലിയ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഈ അളവിനുള്ള പൈസ ഗവൺമെന്റ് PWD ബന്ധപ്പെട്ട് സർവേ വകുപ്പിന് കൈമാറിയിട്ട് 3.5 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് ആ വർക്ക് വേഗം നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ റോഡിന്റെ ആവശ്യം നോക്കിക്കൊണ്ട്, അതായത് 12 മീറ്റർ തികയാനുള്ള സ്ഥലമാണ് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.